തിരുവനന്തപുരത്ത് നവജാത ശിശുവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പോത്തൻകോട് മഞ്ഞമല സുരിത സജി ദമ്പതികളുടെ 36 ദിവസം പ്രായമുള്ള മകൻ ശ്രീദേവിനെയാണ് വീടിന് പിന്നിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടത്. വിവരങ്ങളുമായി നിർഭൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. നിർഭൻ, 36 ദിവസം മാത്രം പ്രായമുള്ളൊരു പിഞ്ചു കുഞ്ഞ് കിണറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിലൊരു ദുരൂഹതയുണ്ട്. പോലീസ് ഈ സംഭവത്തിൽ വിശദീകരിക്കുന്നത് എന്താണ്? മനു, തീർച്ചയായും ദുഃഖകരമായ സങ്കടകരമായ വാർത്ത തന്നെയാണ് രാവിലെ പുറത്തു വരുന്നത്. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് പോത്തങ്കോടിനടുത്തുള്ള മഞ്ഞമലയിലാണ് സംഭവം. സുരിത സജി ദമ്പതികളുടെ 36 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കിണറിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കഴക്കൂട്ടത്തു നിന്നെത്തിയ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരാണ് കുട്ടിയെ ഈ കിണറിൽ നിന്ന് പുറത്തെടുത്തത്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: രാത്രി 3:30 മണിയോടുകൂടി പോത്തങ്കോട് സ്റ്റേഷനിലേക്ക് ഈ സജിയുടെ ഫോൺ കോൾ വരുന്നു. കുട്ടിയെ വീട്ടിൽ കാണാനില്ല എന്നതാണ് ആ ഫോൺ കോളിൽ പറയുന്നത്. ഉടൻ തന്നെ പോലീസ് ഈ പറയുന്ന മഞ്ഞമലയിലുള്ള വീട്ടിലേക്ക് എത്തിച്ചേർന്നു. ഇത് പ്രസവശേഷം ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ വീടായ സുരിതയുടെ വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. അവിടെ നിന്ന് രാത്രി 2:30 മണിയോടുകൂടി കുട്ടിയെ കാണാതായി. തുടർന്ന് സജിയെ ഈ പറഞ്ഞ സുരിതയും അവരുടെ വീട്ടുകാരും വിവരം അറിയിക്കുന്നു. അങ്ങനെയാണ് സജി ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനിലേക്ക്, പോത്തങ്കോട് സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം അറിയിക്കുന്നത്. പോലീസ് സംഭവ സ്ഥലത്തെത്തി പ്രാഥമികമായി പരിശോധന നടത്തിയപ്പോൾ കിണറിൻ്റെ ഭാഗത്ത് കുഞ്ഞിനെ ഉപയോഗിച്ചിരുന്ന ടവൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഈ പറയുന്ന കഴക്കൂട്ടത്തെ ഈ ഫയർഫോഴ്സിന് വിവരമറിയിച്ചു. അവരെത്തി കിണറിനുള്ളിൽ പരിശോധന നടത്തിയപ്പോൾ കുഞ്ഞ് കിണറിനുള്ളിലുണ്ട് എന്ന കാര്യം വ്യക്തമായി. തുടർന്ന് കുഞ്ഞിനെ പുറത്തെടുത്തു. പക്ഷേ മണിക്കൂറുകൾ പിന്നിട്ടതുകൊണ്ട് തന്നെ കുഞ്ഞ് സ്വാഭാവികമായി മരണപ്പെട്ടു. തുടർന്ന് പോലീസ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ വീട്ടിൽ, ഈ സുരിതയുടെ വീട്ടിൽ അപ്പോൾ ഉണ്ടായിരുന്നത് സുരിതയുടെ അമ്മയും ഒപ്പം തന്നെ സഹോദരിയും അവരുടെ കുഞ്ഞുങ്ങളുമുണ്ട്. സുരിതയുടെ മൂത്ത കുട്ടിയും അവിടെ ഉണ്ടായിരുന്നു. മറ്റ് ആൾക്കാരൊന്നും ആ വീട്ടിലില്ലായിരുന്നു. ഈ പറഞ്ഞ വീടിൻ്റെ പിൻഭാഗത്തെ വാതിൽ തുറന്ന അവസ്ഥയായിരുന്നു. അവിടെ വാതിലിന് കൊളുത്തില്ലാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ടൊരു കസേരയാണ് അവിടെ വച്ചിരുന്നത് എന്നാണ് വീട്ടുകാർ നൽകിയ മൊഴിയിൽ പറയുന്നത്. പുറത്തു നിന്ന് ആരെങ്കിലും കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കിണറിൽ ഉപേക്ഷിച്ചതാണോ എന്ന കാര്യത്തിലുള്ള പ്രാഥമിക പരിശോധനയും പോലീസ് നടത്തുന്നുണ്ട്. പക്ഷേ ദുരൂഹതയുണ്ട്. മനു സൂചിപ്പിച്ചതുപോലെ രാത്രി അമ്മയുടെ അടുത്ത് കിടന്ന് ഉറങ്ങിയ കുഞ്ഞ് എങ്ങനെയാണ് കിണറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് എന്നത് ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ വാർത്ത കേൾക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചോദ്യം അതാണ്. അമ്മയുടെ അടുത്ത് ഉറങ്ങുകയായിരുന്ന 36 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞ് എങ്ങനെ കിണറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെടും? അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ തീർച്ചയായും അതിൽ ദുരൂഹതയുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. ആ ദുരൂഹതകളിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിൽ പോലീസിന് എന്തെങ്കിലും സൂചനകളോ കാര്യങ്ങളോ ഒക്കെ ലഭ്യമായിട്ടുണ്ടോ? അറിയാൻ പറ്റുന്നുണ്ടോ നിർഭൻ? സ്വാഭാവികമായി പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ അമ്മ സുരിതയെ ഇപ്പോൾ പോത്തങ്കോട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കുടുംബത്തിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വഴക്കോ തർക്കങ്ങളോ ഉണ്ടായിട്ടുണ്ടോ, കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വീട്ടിനുള്ളിൽ തന്നെ ആർക്കെങ്കിലും ബന്ധമുണ്ടോ എന്ന അന്വേഷണം പോലീസ് പ്രാഥമികമായി നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അമ്മയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തത്, ചോദ്യം ചെയ്യുന്നത്. പുറത്തു നിന്ന് ആരെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. ദുരൂഹത ഉണ്ട് എന്ന കാര്യം മനു പ്രാഥമിക തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി. ഇനി ചെയ്യേണ്ടത് ഡോഗ് സ്ക്വാഡും ഒപ്പം തന്നെ ഫോറൻസിക്കിൻ്റെ വിദഗ്ധരും അവിടെ സ്ഥലത്തെത്തും. പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നാട്ടുകാരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതയോ വീട്ടിലെന്തെങ്കിലും ബഹളമോ കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായിട്ടുണ്ടോ എന്നതാണ്. 2:30 മണിക്ക് ശേഷം കുഞ്ഞിനെ കാണാനില്ല. അപ്പോൾ ആരാണ് കുഞ്ഞിനെ നഷ്ടപ്പെട്ടതെന്ന് വിവരം അറിഞ്ഞത്, ആരെയാണ് അറിയിച്ചതെന്ന കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. വീട്ടിൽ മറ്റുള്ളവരെല്ലാവരും ഉറങ്ങുന്ന സമയത്താണോ ഏതെങ്കിലും ശബ്ദം കേട്ടിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് അന്വേഷണം നടത്തുകയാണ്. മനു സൂചിപ്പിച്ചതുപോലെ ഡോഗ് സ്ക്വാഡും ഒപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തുടർന്ന് പരിശോധന നടത്തും. അമ്മയിൽ നിന്ന് മൊഴി എടുക്കുമ്പോൾ തന്നെ പ്രാഥമികമായ വിവരങ്ങൾ പോലീസ് ലഭിക്കുമെന്നതാണ്. ഈ പറഞ്ഞ പ്രസവശേഷം കുഞ്ഞിൻ്റെ അമ്മയുടെ വീട്ടിൽ ആയിരുന്നു ഇവർ താമസിച്ചിരുന്നത്. ഈ സജിക്ക് ഈ ഘട്ടത്തിൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. സജിക്ക് വിളിച്ച ഫോൺ കോളിൽ നിന്ന് വിവരങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നാണ് സജി പറയുന്നത്. സജി പോലീസ് മൊഴി രേഖപ്പെടുത്തി. ലഭിച്ച ഫോൺ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ കുഞ്ഞിന്റെ അച്ഛൻ പോലീസിനെ വിളിച്ച് പറയുന്നത്? അങ്ങനെയാണോ? തീർച്ചയായും. കാരണം സജി കുറച്ച് അകലെയുള്ള വീട്ടിലാണ് താമസം. സ്വാഭാവികമായും ഈ പറഞ്ഞ 36 ദിവസമേ ആയിട്ടുള്ളൂ കുഞ്ഞിന് പ്രായം. പ്രസവശേഷം അമ്മയുടെ വീട്ടിലായിരുന്നു സുരിത നിന്നത്. ആ വീട്ടിലിപ്പോൾ അമ്മയും ഒപ്പം തന്നെ അവരുടെ സഹോദരിയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. ഈ സുരിതയുടെ മൂത്ത കുഞ്ഞും അവിടെയുണ്ട്. 5 വയസ്സാണ് ആ കുഞ്ഞിനുള്ളത്. അപ്പോൾ ഈ വിവരം ആദ്യഘട്ടത്തിൽ സജി അറിയുന്നത് ഈ വീട്ടിൽ നിന്ന് വിളിച്ചറിഞ്ഞ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞ വിവരമാണ്. ആ ഘട്ടത്തിൽ അവർ പറയുന്നത് 3:30 ശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ വിവരം വരുന്നത്. വീട്ടുകാർ
പ്രാഥമികമായ പരിശോധന ആ പ്രദേശത്ത് നടത്തി കാണും. പക്ഷേ 2:30-ക്ക് കുഞ്ഞ് നഷ്ടപ്പെടുന്നു, 3:30-ക്ക് പോലീസിനെ വിവരം അറിയിക്കുന്നു. ഉടൻ തന്നെ പോലീസ് അവിടെ എത്തുന്നു, പരിശോധനകൾ നടത്തുന്നു. അതിനുശേഷമാണ് കുഞ്ഞിനെ ഫയർഫോഴ്സ് അവിടെ നിന്ന് കിണറിൽ നിന്ന് എടുക്കുന്നത്. അപ്പോഴേക്ക് കുഞ്ഞ് മരണപ്പെട്ടിരുന്നു. ഇനി തുടർ പരിശോധനയിലെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ് മനു, വലിയ ദുരൂഹതയുണ്ട്. ആ ദുരൂഹതയുമായി ബന്ധപ്പെട്ട് കുഞ്ഞിൻ്റെ മരണത്തിൽ വീട്ടുകാർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ, മറ്റ് പുറത്തു നിന്ന് എത്തിയ ആരെങ്കിലുമാണോ കുഞ്ഞിനെ എടുത്ത് കിണറിൽ ഉപേക്ഷിച്ചത് എന്ന കാര്യമാണ് ഇനി പോലീസ് പരിശോധിച്ച് കണ്ടെത്തേണ്ടത്. മനു, തീർച്ചയായും. ഒപ്പം തന്നെ നൃപൻ, ഈ ശാസ്ത്ര പരിശോധനാ സംഘങ്ങളൊക്കെ, ഫോറൻസിക് സംഘങ്ങളൊക്കെ ഈ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടോ? കാരണം എന്താണ് സംഭവിച്ചതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ടല്ലോ. തീർച്ചയായും ഇനി ലഭിക്കേണ്ടത് ശാസ്ത്രീയ പരിശോധനയും ഒപ്പം തന്നെ വീട്ടിൽ നിന്ന് എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അമ്മ ഇപ്പോൾ തന്നെ കസ്റ്റഡിയിലാണ്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി 2 മാർഗ്ഗങ്ങൾ. ഒന്ന്, ഈ ഫോറൻസിക്കിൻ്റെ വിദഗ്ധർ എത്തണം. കാരണം കുഞ്ഞിൻ്റെ പുറത്തേക്ക് പോയ വീടിൻ്റെ വാതിൽ കൊളുത്തില്ലായിരുന്നു എന്ന കാര്യമാണ് വീട്ടുകാർ നൽകിയിട്ടുള്ള മൊഴി. അവിടെ ഒരു കസേര വച്ചിട്ടുണ്ടായിരുന്നു, കസേര മാറിയ അവസ്ഥയിലായിരുന്നു, വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്ന അവസ്ഥയായിരുന്നു. അതുകൊണ്ട് വിരലടയാള വിദഗ്ധർ എത്തിയ ശേഷം അത്തരത്തിലുള്ള പരിശോധന നടത്തും. ഒപ്പം തന്നെ പുറത്തു നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ, കുഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം മുതൽ കിണറിൻ്റെ പുറത്തേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഡോഗ് സ്ക്വാഡ് എത്തുമ്പോൾ അതും വ്യക്തമാകും. ഇങ്ങനെ ശാസ്ത്രീയ പരിശോധനയിലും ഒപ്പം തന്നെ വീട്ടുകാരുടെയും അയൽവാസികളെയും സജിയുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ. മനു, ശരി. ഏതായാലും ഏറെ സങ്കടപ്പെടുത്തുന്ന, ദുരൂഹതയുണർത്തുന്ന വാർത്തയാണ് തിരുവനന്തപുരത്ത് കുഞ്ഞിനെ 36 ദിവസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കുഞ്ഞിന്റെ അമ്മ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പുലർച്ചെ 2:30 കൂടിയാണ് ഈ സംഭവം നടന്നത്. 3:30-ക്കാണ് പോലീസിനെ അറിയിക്കുന്നത്. പിന്നീട് പോലീസും ഫയർഫോഴ്സും നടത്തിയ തെരച്ചിലിനൊടുവിലാണ് വീടിന് സമീപത്തെ കിണറ്റിൽ നിന്ന് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങളാണ് ഇപ്പോൾ നൃപൻ തിരുവനന്തപുരത്ത് നൽകിയത്. ഫോറൻസിക് സംഘമടക്കമുള്ള സംവിധാനങ്ങളൊക്കെ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. വീട്ടുകാരുടെ മൊഴിയെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും വരും സമയങ്ങളിൽ ഇതിന്റെ സത്യത്തിലേക്ക്, എന്താണ് സംഭവിച്ചത് എന്നതിലേക്ക് വെളിച്ചം വീശാൻ കഴിയുന്ന തെളിവുകളിലേക്ക് അന്വേഷണ സംഘം പോലീസ് എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.